കർത്താവായ യേശുവേ സ്തോത്രം. വേർഡ് ഓഫ് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രതീഷ് KS. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഇന്നത്തെ ദൈവവചന പഠനത്തിൽ കൃപയായി സാന്നിധ്യമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ സത്യത്തിൽ നടത്തി ഞങ്ങളെ പഠിപ്പിക്കണമേ. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. ദൈവ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. ദൈവം തന്നെ അനുസരിക്കുന്നവരെ പരിപാലിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, യാചിക്കാറുണ്ട്. ദൈവം അത്തരം കാര്യങ്ങളിൽ മറുപടി നൽകും, പ്രവർത്തിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് യോഹന്നാൻ 11:40 പറയുന്നു. കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അങ്ങനെ യേശുവിൻ്റെ സ്നേഹത്തിൽ വസിച്ച് നാം ദൈവകൃപയ്ക്ക് അർഹരായിത്തീരുന്നു. നമ്മൾ കരുണാമയനായ കർത്താവിൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ ആയിത്തീരുന്നു. സകല ആത്മീയ അനുഗ്രഹങ്ങളാലും കർത്താവ് നമുക്ക് തുണയായി എപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടെ യേശു ഒരു ജാതീയ സ്ത്രീയുടെ ഉറച്ച വിശ്വാസം കണ്ടിട്ട് അവളോട് ദയ തോന്നി അവരുടെ മകളെ സൗഖ്യമാക്കിയ സംഭവം നമുക്ക് മനസ്സിലാക്കാം. ജാതീയ സ്ത്രീയുടെ വിശ്വാസം. യേശു അനേകം സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. തിരക്കിനിടയിലും പ്രാർത്ഥനയ്ക്കുള്ള സമയം യേശു പ്രത്യേകം വേർതിരിച്ചിരുന്നു. അബ്രഹാമിൻ്റെ പിൻഗാമികളാണെന്നതിനാൽ യഹൂദന്മാർ അഹംഭാവം ഉള്ളവരായിരുന്നു. യഹൂദന്മാരല്ലാത്തവരെ അവർ ചിലപ്പോൾ നായ്ക്കളായി കരുതിയിരുന്നു. ഭക്ഷണമേശയിലെ അവശിഷ്ടമായിരുന്നു സാധാരണയായി നായ്ക്കൾക്ക് കൊടുക്കാറുണ്ടായിരുന്നത്. സ്വന്തം ജനമായ യഹൂദന്മാരെ സഹായിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ പ്രഥമ ലക്ഷ്യം. പക്ഷേ അവർ എല്ലായ്പ്പോഴും യേശുവിനെ പരിഗണിച്ചില്ല. അതുകൊണ്ട് യേശു ചിലപ്പോൾ പാലസ്തീനിലെ യഹൂദ അതിർത്തിക്ക് അപ്പുറത്തേക്കും പോകാറുണ്ടായിരുന്നു. അങ്ങനെ യേശു സോർ, സീദോൻ എന്നീ പട്ടണങ്ങളുടെ സമീപത്തെത്തി. അവിടെ ഒരു വീട്ടിൽ ചെന്നു. യേശു അവിടെ ഉണ്ടെന്ന് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചു. പുരുഷാരം അറിഞ്ഞാൽ പല ആവശ്യങ്ങളുമായി വരുമെന്നതിനാൽ ആരും അറിയാതിരിക്കാൻ യേശു ശ്രമിച്ചു. എന്നാൽ ഈ സമയം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൾ സുറഫേനിക്യ ജാതിയിൽപ്പെട്ട ഒരു യവന സ്ത്രീയായിരുന്നു. അവരുടെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കണമെന്ന് അവൾ യേശുവിനോട് അപേക്ഷിച്ചു. എന്നാൽ യേശു അവളോട് ഒന്നും മിണ്ടിയില്ല. യേശുവും ശിഷ്യന്മാരും അവിടെ നിന്നും യാത്രയായി. അവൾ അവരുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വന്നു. ഉടനെ ശിഷ്യന്മാർ, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അതിന് യേശു, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ യഹൂദന്മാരുടെ മധ്യത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അവരുടെ മക്കളുടെ അപ്പം അവകാശം എടുത്ത് നായ്ക്കുട്ടികൾക്ക് അഥവാ മറ്റുള്ളവർക്ക് കൊടുപ്പാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. യേശു അവൾക്ക് നൽകിയ മറുപടി അവളുടെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ വേണ്ടി മാത്രം ഉള്ളതായിരുന്നു. എന്നാൽ യേശുവിൽ അവൾക്ക് വളരെ വിശ്വാസമുള്ളതുകൊണ്ട് അവൾ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കുട്ടികൾ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന ആഹാരത്തിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ. സ്വന്തം ജനമെന്ന് കരുതിയവർക്ക് പോലും ഇല്ലാത്ത ആഴമേറിയ വിശ്വാസം അവളിൽ കണ്ട് യേശു അതിശയിച്ചു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു ഇത് പറയുമ്പോൾ തന്നെ ഭൂതം ബാധിച്ചിരുന്ന അവളുടെ മകൾ സുഖം പ്രാപിച്ചു.
അവൾ ഭവനത്തിൽ വന്നപ്പോൾ ഭൂതം വിട്ടുപോയ മകളെ സന്തോഷത്തോടെ കണ്ടു. യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ഏത് ജാതിയിൽപ്പെട്ടവരായാലും അവരെ സൗഖ്യമാക്കും. ദൈവത്തിന് വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല. ഏത് വിധത്തിലുള്ള മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന് യാതൊരു മുഖപക്ഷവും ഇല്ല. അപ്പോൾ യേശു ജാതീയ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കിയ ഈ സംഭവ കഥയിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം കൂട്ടുകാരെ? ദൈവീക രോഗശാന്തി പ്രാപിക്കാൻ ഉറച്ച വിശ്വാസം ആവശ്യമാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു വരുന്നവരെ ഏതു ജാതിയായാലും മതത്തിൽപ്പെട്ടവരായാലും ദൈവം ഒരു നാളും നിരാശരായി മടക്കി അയക്കുകയില്ല. ഇനി ചില ചോദ്യങ്ങളാണ്. കൂട്ടുകാർക്ക് ഉത്തരം അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം, യേശു എത്തിച്ചേർന്നതായി ഇവിടെ പറയുന്ന പട്ടണങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? സോർ, സീദോൻ അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, യേശുവിൻ്റെ അടുത്ത് വന്ന സ്ത്രീ ഏത് ജാതിക്കാരിയായിരുന്നു? സുറഫേനിക്ക ജാതിയിൽപ്പെട്ട ഒരു യവന സ്ത്രീ ആയിരുന്നു അവൾ. ഇനി മൂന്നാമത്തെ ചോദ്യം, അവൾ എന്തിനാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്? എന്തിനാണ്? മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് ജാതീയ സ്ത്രീ യേശുവിനെ സമീപിച്ചത്. ഇനി നാലാമത്തെ ചോദ്യം, യേശു അവളുടെ അഭ്യർത്ഥനയ്ക്ക് എന്താണ് മറുപടി പറഞ്ഞത്? എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ സ്വന്തം ജനമായ യഹൂദന്മാരുടെ മധ്യത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അവരുടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുപ്പാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഇത് അവൾക്ക് മറുപടിയായി നൽകിയത് അവളുടെ വിശ്വാസം എത്രയുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനി അടുത്ത ചോദ്യം, യേശുവിലുള്ള ഉറച്ച വിശ്വാസത്താൽ സ്ത്രീ പറഞ്ഞ മറുപടി എന്തായിരുന്നു? എന്തായിരുന്നു? കർത്താവേ, നായ്ക്കുട്ടികൾ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന ആഹാരത്തിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് ജീവിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ആണ് അവർ മറുപടി പറഞ്ഞത്. ഇനി ആറാമത്തെ ചോദ്യം, ജാതീയ സ്ത്രീയുടെ ഈ ഉറച്ച വിശ്വാസം കണ്ടിട്ട് അത്ഭുതപ്പെട്ട യേശു അവളോട് പറഞ്ഞതെന്ത്? എന്തു പറഞ്ഞു? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇന്നത്തെ ബൈബിൾ വാക്യമാണ് യാക്കോബ് 5:15. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർ ശ്രദ്ധിച്ച് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ സകലവിധ ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ. അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ. ദൈവിക സമാധാനവും സന്തോഷവും നൽകിയവരെ അനുഗ്രഹിക്കണമേ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ.